ജനങ്ങളും ജൂറിയും ഒരുപോലെ കൈയടിച്ച നിർണയിച്ച വിലയിരുത്തിയ സിനിമകൾ. ഈ സിനിമയിൽ അഭിനയിച്ചത് അശ്ലീലമെന്ന് കാട്ടി 2025 ഒരു പരാതി വരുന്നു. 2025 എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൃത്യമായി തന്നെ പറയേണ്ടതുണ്ട്. സിനിമയിലെ നടീനടന്മാരുടെ സംഘടനയായ AMMയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവർ മത്സരിക്കാനൊരുങ്ങുമ്പോൾ അശ്ലീല നിരോധന ആക്ട് പ്രകാരം അവർക്കെതിരെ കേസെടുക്കുകയാണ്. ശ്വേതാ മേനോന്റെ കാര്യമാണ് പറയുന്നത്. ഈ താരസംഘടനയുടെ തലപ്പത്തേക്ക് എത്തുന്ന ആദ്യ വനിത കൂടിയാണ്. ഒരു പക്ഷേ വിജയിച്ചാൽ ശ്വേതാ മേനോൻ എന്ന് ഓർക്കണം. എന്നിട്ട് ശ്വേതയ്ക്കെതിരായ പരാതി ഒന്നുകൂടി വായിക്കണം. എന്തായാലും യാന്ത്രികമായി ഇടപെട്ട CJM കോടതിയെ ഹൈക്കോടതി തിരുത്തിയിട്ടുണ്ട്. BNS പ്രകാരമുള്ള നടപടികൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് FIR റദ്ദാക്കിയിരിക്കുന്നു. നമുക്ക് ആദ്യം എന്താണ് ശ്വേതയ്ക്കെതിരെ എടുത്ത കേസ്, ആ കേസിന്റെ പശ്ചാത്തലം എന്താ എന്നുള്ളത് വിശദമായി തന്നെ പരിശോധിക്കാം. മാർട്ടിൻ മോനാച്ചേരി എന്ന ഒരാളാണ് ശ്വേതാ മേനോനെതിരെ പരാതി നൽകുന്നത്. ഇയാൾ പരാതി നൽകുന്ന ഡേറ്റ് നോക്കൂ, അത് ഫെബ്രുവരി 22 അന്ന് എറണാകുളം സെൻട്രൽ പോലീസിൽ ഇയാൾ പരാതി നൽകുകയാണ് ശ്വേതാ മേനോനെതിരെ. പക്ഷേ പോലീസ് ആ പരാതിയിൽ കേസെടുക്കുന്നില്ല. കേസെടുക്കാൻ തക്കവണ്ണം അതിലൊന്നുമില്ല എന്നുള്ള കാര്യം പോലീസ് അറിയിക്കുന്നതിന് പിന്നാലെ തന്നെ ഇയാൾ കോടതിയെ സമീപിക്കുന്നു. നോക്കൂ, ജൂലൈ 31 എറണാകുളം CJM കോടതിയിലേക്ക് മാർട്ടിൻ എത്തുന്നത്. ആ CJM കോടതിയിൽ നിന്നാണ് പിന്നീട് അനാശാസ്യ നിരോധന ആക്ട് പ്രകാരം ശ്വേതാ മേനോനെതിരെ കേസെടുക്കുന്നത്. ആ കേസ് എടുക്കുമ്പോൾ തന്നെ അത് എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇയാൾ ശ്വേതയ്ക്കെതിരെ ഇങ്ങനെ അനാശാസ്യത്തിന് കേസ് നൽകിയത് എന്നുള്ളതാണ് നമ്മൾ ഇനി കാണേണ്ടത്. അവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട അവാർഡ് കിട്ടിയ അല്ലെങ്കിൽ ശ്വേതയെ പറ്റി നമ്മൾ കണ്ടിട്ടുള്ള ശ്വേതാ മേനോൻ നടിയുടെ സിനിമകളെ പറ്റി നമ്മൾ സൂചിപ്പിക്കേണ്ട അവിടെയാണ്. അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്നുള്ളതാണ് ശ്വേതയ്ക്കെതിരായിട്ടുള്ള പരാതി. വൾഗറായ സെക്സ് നടി എന്നുള്ള ഒരു കുപ്രസിദ്ധി, ആ കുപ്രസിദ്ധി ശ്വേത ഉപയോഗിച്ചു, അങ്ങനെ ലൈംഗികത മാർക്കറ്റാക്കി എന്നുള്ളതാണ് മാർട്ടിൻ നൽകിയ പരാതിയിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിനുവേണ്ടി ചൂണ്ടിക്കാണിക്കുന്നത് നോക്കൂ. ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ ശ്വേത അഭിനയിച്ചു എന്നുള്ളത്, അതായത് കാമസൂത്രയുടെ പരസ്യത്തിൽ ശ്വേത അഭിനയിച്ചു എന്നുള്ളത് ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇനിയുള്ളതാണ് ഒരുപക്ഷെ കോമഡി എന്നൊക്കെ നമ്മൾക്ക് പറയേണ്ടി വരിക. പാലേരി മണിക്കും ഒരു പാതിരാ കൊലപാതകം, ഐക്യകേരളം രൂപപ്പെട്ടതിന് ശേഷം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആദ്യ കൊലപാതകം, ആ കൊലപാതകത്തെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമ. ആ സിനിമയിൽ മമ്മൂട്ടിയുടെയും ശ്വേതയുടെയും അഭിനയവും മറ്റു പലതലത്തിലും അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ചിത്രം. ആ ചിത്രത്തിലെ അഭിനയം, ഒപ്പം രതി നിർവേദം എന്നുള്ള സിനിമ, കളിമണ്ണെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഗർഭകാലത്തുൾപ്പെടെ ശ്വേത അഭിനയിക്കുകയും വലിയ തരത്തിൽ അത് വിമർശനങ്ങൾക്കോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിരൂപണങ്ങൾക്കൊക്കെ വേദിയാവുകയും ചെയ്തിട്ടുള്ള ചിത്രം. കളിമണ്ണ് തുടങ്ങിയിട്ടുള്ള സിനിമകളിൽ അഭിനയിച്ചു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ലൈംഗികത മാർക്കറ്റാക്കി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അതായത് ഈ സിനിമകളിലൊക്കെ അഭിനയിച്ച കാലം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് എത്ര വർഷങ്ങൾക്ക് മുൻപാണെന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ സമയത്ത് കേസ് വന്നു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാകുന്നത്. എന്തായാലും ശ്വേതയ്ക്കെതിരായിട്ടുള്ള കേസ് ഹൈക്കോടതി തള്ളിയിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ല, പരാതിക്കാരന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. CJM കോടതിയുടെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഹൈക്കോടതി. നമ്മുടെ മലയാള സിനിമ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ എത്ര സിനിമയ്ക്കെതിരെ അല്ലെങ്കിൽ എത്ര നടീനടന്മാർക്കെതിരെ കേസെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ശ്വേതയ്ക്കെതിരെ കേസെടുത്തതിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്കും ഒരുപക്ഷെ ചിന്തയിൽ വരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ശ്വേതയ്ക്ക് പിന്തുണയുമായി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടൻ ദേവൻ രംഗത്തെത്തിയിട്ടുണ്ട്. ശ്വേതയ്ക്കെതിരായ കേസ് അനാവശ്യമാണെന്നാണ് ദേവൻ പറയുന്നത്. ശ്വേതാ മേനോൻ ഇപ്പോ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. എനിക്ക് തോന്നുന്നത് അതിനെ ഉദ്ദേശിച്ചിട്ടാണോ എനിക്കറിയില്ല എന്തെന്താണെന്ന്. അത് വളരെ മോശമായ രീതിയിലുള്ള ചില കാര്യങ്ങളാണ് അവര് റേസ് ചെയ്തിട്ടുള്ളത്. ഈ ഇമേജിനെ വികൃതമാക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണത്.